ഇത്തരം ടോട്ടൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ട് ടച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ തകർന്നു പോയിട്ടുള്ളത് മുട്ടിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജയിലിലായ സമയത്ത് അമ്മ മരിച്ചത് തന്നെയാണോ? അതാണ് എന്നെ ഞാൻ തിരിച്ച് ജീവനോടെ ജീവിക്കണമെന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഒരു കേസിന് വേണ്ടിയിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ എൻ്റെ മാതാവ് മരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീൽ എത്രയായിരിക്കും? ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടറിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ആൻ്റോയുടെ കൂടെ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ സ്ക്രീൻ സേവ് ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ആണ്. അല്ലെങ്കിൽ റിപ്പോർട്ടറിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് അവരുടെ മുഖമാണ്. അപ്പോൾ അങ്ങനെ അത്രയും നമ്മൾ പ്രിയപ്പെട്ടതായിട്ട് കൊണ്ട് നടക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും മോശം സമയത്ത് അവർ മാറ്റപ്പെടുന്നു എന്ന് പറയുന്നത് ഭയങ്കര. അല്ല, ഞാൻ മാത്രമായിരിക്കും എൻ്റെ ഫാദർ മരിക്കുന്ന സമയത്ത് 3 പിതാക്കന്മാരാണ് ഒന്ന് ശവസംസ്കാരത്തിന് പങ്കെടുത്തത്. കാരണം ഞങ്ങൾ അങ്ങനെയാണ് വളർന്നത്, നമ്മളങ്ങനെ ശൈലിയാണ്, അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു വന്ന്. മമ്മി മരിക്കുന്ന സമയത്ത് ജയിലിലായിപ്പോയി. എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വിധിയാണ്, അത് അനുഭവിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? ഏത് കേസിനാണ്? കാരണം ആഘോഷിക്കുന്നവർക്ക് കുറച്ചും കൂടെ വലിയ സാധനം കിട്ടി. മറുനാടൻ മലയാളിയൊക്കെ അത് വലിയ രീതിയിൽ ആഘോഷിച്ചു. ചങ്ക് പൊട്ടി മരിച്ചു എന്നാണ് മറുനാടൻ മലയാളിൻ്റെ ഹെഡ്ലൈൻ. അതിന് ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം അവർക്ക് ചങ്ക് കൂട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവർക്കറിയാം, നമ്മൾ ചെയ്തിട്ടില്ല എന്നും. അങ്ങനെ ഒരു 1 കോടി രൂപേൻ്റെ മരമല്ല 80 ലക്ഷം രൂപേൻ്റെ മരം മുറിക്കാൻ വേണ്ടി നമ്മൾ പോകില്ല എന്ന് അറിയാവുന്നവർ എൻ്റെ നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് എനിക്കത് എഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം എൻ്റെ ഏറ്റവും മോശമായ സമയമാണെന്ന്. കാരണം എൻ്റെ വീട്ടിൽ മുട്ടിൽമരം മുറി നടക്കുന്ന സമയത്ത് ഞാൻ കോവിഡ് വന്നിട്ട് വെൻറ്റിലേറ്ററിലായി. മിംസിൽ വെൻറ്റിലേറ്ററിൽ പോയി. ഞാൻ വെൻറ്റിലേറ്ററിൽ പോയി ഇറങ്ങിയിട്ട് 7ാമത്തെ ദിവസമാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, കേസ് തള്ളുന്നത്. ഞാൻ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് കേസ് ഫയൽ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല, എൻ്റെ ബ്രദേഴ്സിന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഫാമിലി മുഴുവൻ കോവിഡായിരുന്നു. എൻ്റെ മമ്മിയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത്. മമ്മിക്കായിരുന്നു ആദ്യം കോവിഡ് വന്നേ. മമ്മി കോവിഡ് വന്നു, മമ്മി മിംസിൽ അഡ്മിറ്റായി. അപ്പം വീട്ടിൽ നിന്ന് ആരും നിർത്തുന്നുണ്ടായിരുന്നില്ല. കാരണം കോവിഡ് തുടക്ക സമയമായതുകൊണ്ട് എല്ലാവർക്കും ടെൻഷനായിരുന്നു. അപ്പോൾ ഒരാൾ മമ്മീൻ്റെ കൂടെ നിൽക്കണം. 27 ദിവസം ഞാൻ മമ്മീൻ്റെ കൂടെ നിന്നു. എൻ്റെ ലൈഫിൽ കിട്ടിയ 27 ദിവസം എനിക്ക് എൻ്റെ മമ്മീനെ ശുശ്രൂഷിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. 27 ദിവസം ഞാൻ മമ്മീൻ്റെ കൂടെ നിന്നു. മമ്മീൻ്റെ കോവിഡ് ഭേദമായി. മമ്മീനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അതേ ഹോസ്പിറ്റലിൽ അതേ ബെഡിൽ ഞാൻ അഡ്മിറ്റായി. എനിക്ക് കോവിഡ് മൂർജിച്ച് ഞാൻ വെൻറ്റിലേറ്ററിൽ പോയി. ഞാൻ വെൻറ്റിലേറ്ററിൽ പോകുമ്പോഴാണ് എനിക്കതിലെ മരമുറി കേസ് ഹൈക്കോടതി നടക്കുന്നത്. ഒരു കേസ് പോലും മര്യാദയ്ക്ക് നടത്താൻ പോലും കഴിഞ്ഞില്ല. ഒരു വക്കീലിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതെൻ്റെ വിധിയല്ലേ? ഇതിങ്ങനെ നടക്കണം എന്നുള്ളതുകൊണ്ട് നടന്നു. വക്കീലോട്ട് വരെ ഫോണിലാണ് സംസാരിക്കുന്നത്. മുട്ടിൽമരമുറിയുടെ കേസ് സംസാരിക്കുന്നത് വക്കീലിനോട് ഫോണിൽ കൂടെയാണ്. ഞാൻ എവിടെ കിടക്കുന്നത്? ആശുപത്രി കിടന്നുകൊണ്ടാണ്. മമ്മി തിരിച്ചെത്തി. എൻ്റെ ബെയിൽ തള്ളുന്നു. മമ്മി തിരിച്ചെത്തി 8 ദിവസം 9 ദിവസം കഴിഞ്ഞ് മമ്മി മരിച്ചു. ഞാൻ ജയിലിലിറങ്ങി 7ാമത്തെ ദിവസം എന്നെ അറസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ മമ്മി മരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അത് ആഘോഷിച്ചത് അങ്ങനെയാണ്. ഞാൻ വിചാരിക്കുന്നത് എനിക്കന്ന് ഞങ്ങളുടെ ഫാമിലിക്ക് അന്ന് കോവിഡ് വന്നില്ലെങ്കിൽ ഈ കേസ് വരെ ഞങ്ങൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. കോടതിക്ക് കൊടുത്ത് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിൻ്റെ പാവഭാരം മുഴുവൻ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇവർ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെയും മിനിഞ്ഞാന്ന് മറുനാടൻ എഴുതിയ വാർത്തകൾ എന്നോട് മാത്തുക്കുട്ടി ഈ സമയം വരെ ഈ മനുഷ്യൻ എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. എനിക്കെതിരെ അത്രയാണ് 500 കണക്കിന് വാർത്ത എഴുതിയിട്ടുണ്ട്. 2016 തുടങ്ങി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കർഷകൻ്റെ കള്ളന്മാരായ മക്കൾ എഴുതിട്ടേ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് അദ്ദേഹത്തെ പോയി തല്ലാൻ പറ്റില്ലല്ലോ. എഴുതാൻ പറ്റുമോ? എന്താ ചെയ്യാൻ കഴിയുക? അപ്പോൾ അത് വാങ്ങുക. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതെ. അപ്പോൾ ഞാനത് നോക്കാറില്ല. ഞാൻ അദ്ദേഹത്തിന് മറുപടി, ഞാൻ എല്ലാവർക്കും എതിരെ സ്റ്റേ മേടിച്ച സമയത്ത് ഇദ്ദേഹത്തിന് സ്റ്റേ മേടിച്ചിട്ടില്ലല്ലോ. ഇദ്ദേഹത്തിന് മേടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അല്ല, വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം അനുഭവിച്ചോളും. ഈ ഭൂമിയിൽ ഒരു തെറ്റ് ചെയ്താൽ അനുഭവിക്കാതെ പോകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാനോ എൻ്റെ കാരണവന്മാരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ഞാൻ ജയിലിൽ പോയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അയാൾ അനുഭവിച്ചോളും. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഞാനിവിടെ കൊടുക്കുന്ന വാർത്തകളിൽ മുഴുവൻ ആർക്കൊക്കെ വിഷമം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഏതൊക്കെ അവസ്ഥയിൽ അവർ നിൽക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ടാവോ? ഞാനിവിടുത്തെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ, ആ വാർത്തയുടെ ഭാഗമാകുന്ന ആൾ ഏത് സ്ഥിതിയിലാണ് നിൽക്കുന്നത് നമുക്കറിയാൻ കഴിയില്ല. നമ്മൾ ആ മൈൻഡ് സെറ്റോട് കൂടിയിട്ടല്ല വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെയൊക്കെ ശാപം നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ. കിടക്കുക, യോഗനാണ് കിടക്കുക, അല്ലെങ്കിൽ പൂർവ്വീകർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമുക്കറിയോ? നമുക്കൊന്നും അറിയില്ല. ഇതിനൊക്കെ മറുപടി മറുനാടൻ തന്നെ ഇവിടുന്ന് തന്നെ പറഞ്ഞിട്ടേ പോകുന്നത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വളരെ ദൈവവിശ്വാസിയാണ് ഞാൻ. എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുന്നു. ഒരു ഞായറാഴ്ച പോയില്ല ആഴ്ച ഒന്നും നടക്കില്ല വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് വേളാങ്കണ്ണി പോയാൽ എന്തിനും നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഈ സങ്കീർത്തനത്തിൽ 91-ാമത്തെ അധ്യായമുണ്ട്, ഡെയിലി വ്യായിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് വായിച്ചിട്ട് പുറത്തു വരുന്ന ആളാണ് ഞാൻ. ഡെയിലി ഞാൻ കിടക്കുന്നതിന് മുന്നേ അത് വായിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ എന്നോട് പറയുന്നത് നിൻ്റെ പാതി കല്ലിത്തട്ടാർക്ക് നിൻ്റെ കൈകളി വഹിച്ചുള്ളൂ എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. അത് ഇയാൾക്ക് മനസ്സിലാക്കിക്കോളൂ ഒരു സമയത്ത്. അത് അദ്ദേഹം അനുഭവിച്ചോളൂ. അത് അതിനപ്പുറത്തേക്ക് ഞാനിത് പറയില്ല. ഇത്തരത്തിലൊക്കെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ പൊതുസമൂഹം കാണുന്ന തരത്തിലൊരു വലിയ രീതിയിൽ ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ പേഴ്സണലി എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മാത്തുക്കുട്ടി, നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? എനിക്ക് 3 പിള്ളേരാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്, LKG പഠിക്കുന്ന മോള്, ചെറിയൊരു മോള്. എൻ്റെ വൈഫ് ഡോക്ടറാണ്. എൻ്റെ ബ്രദേഴ്സിനും അവർക്ക് 3 കൂടെ 5 പിള്ളേരാണ്. അവർക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്, ഇവർക്കെല്ലാം ഫാമിലി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറുനാടനെതിരെ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? കേസ് കൊടുത്താൽ അദ്ദേഹം കേൾക്കുമോ? അതാ ഞാൻ പറഞ്ഞു, എന്നോട് ഈ സമയം വരെ എനിക്കെതിരെ 500 കണക്കിന് വാർത്ത ചെയ്തിട്ട് ഒരു വാർത്ത എന്നോട് വിളിച്ച് ചോദിക്കാനുള്ള മര്യാദ കാണിച്ചിട്ടില്ല. ഇവരാണ് മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്. നിങ്ങൾ M-Phone ചെയ്ത സമയത്ത് പിണറായി വിജയനെ ആയിരുന്നു ക്ഷണിച്ചിരുന്നത് ആ സദസ്സിലേക്ക്. പക്ഷേ പിണറായി വിജയൻ പോവാതിരിക്കാനുള്ള കാരണം പോലും ഇവിടെ നിന്നുള്ള മാധ്യമ കൂട്ടായ്മയുടെ ഭാഗമാണെന്നാണ്. അല്ല, എനിക്കറിയില്ല. അത് ഉദ്ദേശിക്കുന്നുണ്ടാവും ചിലപ്പോൾ. എനിക്കറിയില്ല. ഞാൻ പിണറായി വിജയനെ ക്ഷണിച്ചിട്ടില്ല. അതാണ് ഏറ്റവും അന്ന് പിണറായി വിജയൻ അല്ല മുഖ്യമന്ത്രി. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ആഭ്യന്തരമന്ത്രി പിന്നെ രമേശ് ചെന്നിത്തലയാണ്. ഞാൻ എവിടെ M-Phone എന്തിനാ പിണറായി വിജയനെ ക്ഷണിക്കുന്നത്? എന്തിനാ? അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചാൽ പോരെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിനെ വിളിച്ചാൽ പോരായിരുന്നോ? M-Phone ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി അദ്ദേഹം അല്ല. വെറുതെ പറയുകയാണ് ഇതിൻ്റെയൊക്കെ പാവം. പക്ഷെ ഞാനിത് പറയുന്നത് മുഴുവൻ നുണയാണെന്ന് വിശ്വസിക്കുന്നത് എനിക്കറിയാവുന്നതുകൊണ്ടും എൻ്റെ കൂടെയുള്ള അറിയാവുന്നതുകൊണ്ടും എനിക്കൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. എന്നെ ഒരാൾ പോലും വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ല. കാരണം അവർക്ക് എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ അടുത്ത് ഒരു സ്റ്റാഫ് പോലും ഇറങ്ങിപ്പോയിട്ടില്ല മാത്തു. ഈ സമയം വരെ ഒരു സ്റ്റാഫ് പോലും എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോയിട്ടില്ല. ഒരു സ്റ്റാഫ് പോലും എന്നെ ഞാൻ ഇവിടുന്ന് മമ്മി മരിച്ചു എന്ന് അറിയേണ്ട എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവർ അവൻ എന്നെ മരം മുറിക്കാൻ പോയിട്ടില്ല. എൻ്റെ കൂടെ ജയിലിൽ കിടന്നു. വല്ല കാര്യമുണ്ടോ പാവത്തിന്? എൻ്റെ കൂടെ ജയിലിൽ കിടന്നു. ഇപ്പോഴും അവനാണ് എൻ്റെ വാഹനങ്ങളുടെ കാര്യം നോക്കുന്നത്. എൻ്റെ കൂടെ 10-12 വർഷമായി. അവൻ മരം മുറിക്കാൻ വന്നിട്ടില്ല. അവനൊരു പൈസ കൊടുത്തില്ല, ഒരു കർഷനം കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവൻ എൻ്റെ വണ്ടി ഓടിച്ചത് മാത്രമേ ഉള്ളൂ. അവനും ജയിലിൽ വന്നു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊക്കെയാണ് എഴുതി വെക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി, കാരണം ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എനിക്കൊരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എനിക്ക് വാർത്തയാക്കാൻ പറ്റുമോ? വേറെ ഒരാളും തമ്മിൽ വാർത്തയാക്കാൻ പറ്റുമോ? വാർത്തയ്ക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതല്ലേ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. 2 പേർ തമ്മിലുള്ള പ്രശ്നം വാർത്തയാക്കാൻ കഴിയുമോ? കുടുംബ പ്രശ്നം വാർത്തയാക്കാൻ കഴിയുമോ? പക്ഷെ അത് മറുനാടന് പറ്റും. അതുകൊണ്ട് വ്യൂവർഷിപ്പ് ഉണ്ടാവും.